ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്സ റൈസാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഏകദേശം ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണിത്. ബസ്മതി അരിയാണ്. പിന്നെ ആവശ്യമുള്ളത് ഡാൽഡ, ഗരം മസാല, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീവ്സ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി ചതച്ചത്, സവാള, മാഗിയാണ് 2 കഷ്ണം, ഡ്രൈ ലെമൺ ഉണക്ക നാരങ്ങ എന്ന് പറയും, പച്ചമുളക്, തക്കാളി. പിന്നെ ഇത് തക്കാളിയുടെ പേസ്റ്റാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ടൊമാറ്റോ പേസ്റ്റ് എന്ന് ഉള്ള സംഭവമാണത്. പിന്നെ ആവശ്യമായിട്ടുള്ള മസാലകൾ മല്ലിപ്പൊടി, ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്സ റൈസ്, പ്ലെയിൻ റൈസാണ്, ചിക്കനൊന്നും ചേർക്കാതെ റൈസ് മാത്രമായിട്ടാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് കിടക്കാം. ഇതുപോലൊരു പാത്രം എടുക്കുക. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാൽഡ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡാൽഡ അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് മെൽട്ടായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഒരുമിച്ച് ചേർത്തെടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് തക്കാളി. നമ്മൾ ഏകദേശം ഒരു 3 സ്പൂൺ തക്കാളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി പേസ്റ്റ് നല്ലതുപോലെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാഗി, ഡ്രൈ ലെമൺ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എല്ലാ മസാലകളും പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ മസാലകളും ഒക്കെ ഇടുക. ഉപ്പ് ശ്രദ്ധിക്കണം. മാഗിക്ക് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ മസാല കാര്യങ്ങളെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഗ്ലാസ്സിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയ അരിയാണ്. നമ്മൾ ഏകദേശം കുറഞ്ഞ തീയിൽ ഇപ്പോൾ ഒരു 10-12 മിനിറ്റോളം വച്ചോളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ കവർ ചെയ്ത് വയ്ക്കണം. ഇത് ടൊമാറ്റോ പേസ്റ്റ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കവർ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. സൈഡ് നമുക്കൊന്ന് നല്ലതുപോലെ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് തമ്മിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം കപ്സ നമ്മുടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം 25 മിനിറ്റായി നമ്മൾ കപ്സ വച്ചിട്ട്. എന്താണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ല കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെയാണ്, വെള്ളമൊക്കെ കറക്റ്റാണ്.
ഉപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എന്നാലും എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു വെരി മച്ച്.